കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിച്ചു. 1 മണിയോടെ ഡ്രഡ്ജർ വെസൽ ദൗത്യസ്ഥലത്തെത്തിക്കും. അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാലുടൻ ഡ്രഡ്ജിംഗ് തുടങ്ങും. ഇന്നലെ രാത്രി മഞ്ജുഗുനി അഴിമുഖത്ത് നിന്നാണ് ഇന്നിപ്പോൾ ഡ്രഡ്ജർ ഈ പ്രദേശത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സിജു കണ്ണൻ ഷിരൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സിജു, ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിച്ചിരിക്കുകയാണ്. ആദ്യം നേരത്തെ സിഗ്നൽ കിട്ടിയെന്ന് നാവികസേനയടക്കം നേവി അടക്കം കണ്ടെത്തി ആ പ്രദേശത്താണ് തെരച്ചിൽ നടത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൗത്യ സ്ഥലത്തേക്ക് ഡ്രഡ്ജർ എത്തിച്ചിട്ടുണ്ടോ? തെരച്ചിൽ നടപടികൾ എപ്പോൾ തുടങ്ങാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇന്ന് 10:15 കൂടിയാണ് ഡ്രഡ്ജർ അപകടം നടന്ന ഷിരൂരിലെ സ്ഥലത്തിന് തൊട്ടടുത്തായി ഏതാണ്ട് 500 മീറ്റർ മാറി എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്നിപ്പോൾ ഇതിന്റെ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നങ്കൂരമിടുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഡ്രഡ്ജർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിയോടുകൂടി ഈ പ്രവർത്തനം പൂർത്തിയാകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഡ്രഡ്ജർ കമ്പനിയുടെ MD മഹേന്ദ്ര ഡോഗ്രെ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. 1 മണിയോടെ ഡ്രഡ്ജർ വെസൽ ദൗത്യ സ്ഥലത്ത് എത്തിക്കും. ഏതാണ്ട് 500 മീറ്റർ മാറി മുകളിലേക്കാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം. അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാൽ ഉടനെയാണ് ഡ്രഡ്ജിംഗ് തുടങ്ങുന്നത്. ദിവസവും രാവിലെ 8 മണി മുതൽ 6 മണി വരെ ഇത് പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡ്രഡ്ജിംഗ് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കമ്പനിയുമായി 3 ദിവസത്തെ കരാറാണ് നിലവിലുള്ളത്. ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 3 ദിവസത്തേക്കാണ് മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം പിന്നീട് നീട്ടാമെന്നാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നമുക്കിതിന്റെ സംവിധാനങ്ങൾ നോക്കാം. ഒരു ക്രെയിനുണ്ട്, അതോടൊപ്പം തന്നെ അതിൽ തന്നെ ഉള്ള ഒരു മണ്ണുമാന്തി യന്ത്രമുണ്ട്. തൊട്ടപ്പുറത്തുള്ള ടഗ് ബോട്ടിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സ്ഥലത്ത് കൊണ്ടുപോയി അത് അവിടെ നങ്കൂരമിട്ടതിന് ശേഷമാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുക. ഈ മണ്ണുമാന്തി യന്ത്രം അതോടൊപ്പം തന്നെ ക്രെയിൻ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അവസാനഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ട് നാവികസേന അടയാളപ്പെടുത്തിയ 3 പോയിന്റുകളിൽ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും മധ്യഭാഗത്ത് മണ്ണ് കൂടി നിൽക്കുന്ന സ്ഥലം, മൺതിട്ട രൂപപ്പെട്ട സ്ഥലത്തിനും ദേശീയപാതയോട് ചേർന്ന കരയോടും ചേർന്നുള്ള സ്ഥലത്തിന്റെ ഇടയിലൊരു സ്ഥലമാണ് നാവികസേന മെറ്റൽ സാന്നിധ്യം കണ്ടെത്തിയത്. സോണാർ പരിശോധനയിൽ മെറ്റൽ സാന്നിധ്യം അടയാളപ്പെടുത്തിയ ആ പോയിന്റിലേക്ക് ഇനി ഡ്രഡ്ജർ എത്താൻ എത്ര ദൂരം ബാക്കിയുണ്ട് സിജു? മനു, ഏതാണ്ട് 500 മീറ്ററിൽ താഴെ എന്ന് നമുക്ക് പറയാം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു തരാൻ പറ്റും. ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് നോക്കിയാൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഡ്രഡ്ജിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടെത്തിയ അവരുടെ തൊഴിലാളികൾ ആ ഭാഗത്ത് പരിശോധന നടത്തുന്നതിന് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അവിടെ കാണുന്ന മൺകൂന ഉള്ള സ്ഥലമാണ് അപകടം നടന്ന സ്ഥലം. അതിന് നേരെ മുകളിൽ നിന്നുള്ള കുന്നിടിഞ്ഞ് താഴേക്ക് നേരെ പതിച്ചപ്പോൾ ഈ പുഴയുടെ മധ്യഭാഗത്ത് രൂപപ്പെട്ട മൺകൂനയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ മൺകൂനയ്ക്കും ദേശീയപാതയ്ക്കും ഇടയിലുള്ള സ്ഥലത്താണ് സോണാർ പരിശോധനയിൽ മെറ്റലിന്റെ സാന്നിധ്യം സജീവമായി ഉള്ളതായി ഈ നാവികസേന കണ്ടെത്തിയത്. ആ സ്ഥലത്ത് പരിശോധന നടത്താനാണ് തീരുമാനം. ഇപ്പോൾ ഈ ബോട്ട് നിൽക്കുന്നതിന്റെ പുറകിൽ കാണുന്ന മൺതിട്ടയാണ് ഈ അപകടം നടന്ന സ്ഥലം. ഏതാണ്ട് 500 മീറ്ററിൽ താഴെ മാത്രമേ ഈ സ്ഥലത്തേക്ക് വരൂ എന്നാണ് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത്. അവിടത്തേക്ക് ഈ ഉപകരണങ്ങളെല്ലാം തന്നെ കൃത്യമായി ഘടിപ്പിച്ച ശേഷം ഇത് സജ്ജമാക്കിയ ശേഷം അവിടെ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 1 മണിയോടുകൂടി ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നത്. അതിനുശേഷം അധികൃതരുടെ നിർദ്ദേശം, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലഭിച്ചാലുടനാണ് ഈ ഡ്രഡ്ജിംഗ് തുടങ്ങുക എന്നും അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ജില്ലാ കലക്ടർ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ ഉത്തര കന്നഡ ജില്ലാ കലക്ടറുമായി ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഒരു 4 മണിക്കകം ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ അതിനേക്കാൾ നേരത്തെ തന്നെ തുടങ്ങാൻ ഞങ്ങൾ സജ്ജരായി നിൽക്കാമെന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 12:10. ഇനി 1 മണിയോടുകൂടി തന്നെ ഈ സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ട് അവിടെ കൃത്യമായി നങ്കൂരമിട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഏത് സമയം നിർദ്ദേശം ലഭിച്ചാലും ആ സമയത്ത് തെരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ്. ഓഗസ്റ്റ് 16-നാണ് അവസാനമായി ഷിരൂരിൽ തെരച്ചിൽ നടത്തിയത്. അന്ന് നിർത്തുമ്പോൾ പറഞ്ഞത് ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുമെന്നാണ്. പലവിധ സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ 1 മാസവും 4 ദിവസവും പിന്നിട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. അതിന്റെ പണം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കർണാടക
കർണാടക സർക്കാരിനുണ്ടായ അനിശ്ചിതത്വം, അതിനുശേഷം അർജുൻ്റെ കുടുംബം, അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ നേരിട്ട് കണ്ട് നിവേദനം നൽകിയിരുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം, ഇതൊരു രക്ഷാദൗത്യമല്ല എന്ന് നമുക്കറിയാം, പക്ഷേ അർജുന് എന്ത് സംഭവിച്ചു, അതോടൊപ്പം തന്നെ കർണാടക സ്വദേശികളായ മറ്റ് 2 പേർ കൂടി ഈ അപകടത്തിൽ കാണാതായിട്ടുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ലോറിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നതാണ് ഈ മൂന്നാം ഘട്ട ദൗത്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം. ഈ നാവികസേന കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന നടത്തി അത് ലോറിയുടെ സാന്നിധ്യം തന്നെയാണോ, മെറ്റൽ സിഗ്നൽ ലഭിച്ചത് എന്നുൾപ്പെടെയുള്ള പരിശോധനകളായിരിക്കും നടത്തുക. പ്രധാനമായും അതിൻ്റെ ക്യാബിൻ ഭാഗം ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് മണ്ണ്, അതോടൊപ്പം തന്നെ കല്ല്, മരങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെ പ്രതീക്ഷയോടെയാണ് അർജുൻ്റെ കുടുംബം കാത്തിരിക്കുന്നത്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ലോറിയുടെ ട്രക്ക് ഉടമ മനാഫ് അല്പസമയത്തിനകം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. 1 മാസത്തിന് ശേഷമെങ്കിലും ഡ്രഡ്ജർ എത്തിയതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ഈ സ്ഥലത്ത് കൃത്യമായി പരിശോധന നടത്തി അത് ട്രക്കിൻ്റെ സാന്നിധ്യം തന്നെയാണോ എന്ന് കണ്ടെത്തുക, അതിലൂടെ അർജുൻ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാവുക, അതോടൊപ്പം ജഗന്നാഥൻ, ലോകേഷ് തുടങ്ങിയ കർണാടക സ്വദേശികൾക്ക് എന്ത് സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 1 മണിക്ക് ശേഷം ഇവർ സജ്ജരായി അവിടെ എത്തും. അതിനുശേഷം ഏത് നിമിഷം വേണമെങ്കിലും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് തെരച്ചിൽ തുടങ്ങാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ 4 മണിയാണ് നിശ്ചയിച്ചിരുന്നത്. അതിനു മുമ്പ് തന്നെ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർ അത് തയ്യാറായി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി 500 മീറ്റർ അകലെ അപകടം നടന്ന സ്ഥലത്ത്, ആ ദേശീയപാതയോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് ഈ ഡ്രഡ്ജർ നീങ്ങും. മനു. ശരി, സിജു കണ്ണൻ ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡ്രഡ്ജർ അവിടെ എത്തിയിരിക്കുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൂറ്റൻ ഡ്രഡ്ജർ തന്നെയാണ്. ഒരു 500 മീറ്റർ കൂടി നീങ്ങിക്കഴിഞ്ഞാൽ അത് തെരച്ചിൽ നടത്തേണ്ട ആ പോയിന്റിലേക്ക് എത്തും. അല്പസമയത്തിനകം തന്നെ, ഏകദേശം ഉച്ചയ്ക്ക് മുൻപ് തന്നെ അങ്ങോട്ടേക്ക് എത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ. വളരെ വേഗത്തിൽ ആ നടപടികൾ തുടങ്ങാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ആ ഡ്രഡ്ജറിന്റെ അധികൃതർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളാണ് സിജു കണ്ണൻ